ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും KV സ്മാർട്ട് സ്റ്റഡിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ കേന്ദ്രീയ വിദ്യാലയ ബാലവാടികയെ സംബന്ധിച്ചുള്ളതാണ്. ബാലവാടിക എന്നത് പ്രീ സ്കൂൾ ക്ലാസ്സസ് ആണ്. അതായത് ബാലവാടിക 1 എന്നത് നഴ്സറിയും ബാലവാടിക 2 എന്നത് LKGയും അതുപോലെ തന്നെ ബാലവാടിക 3 എന്നത് UKGയും ആണ്. കേരളത്തിൽ വളരെ ചുരുക്കം സ്കൂളുകളിൽ മാത്രമാണ് ബാലവാടിക 1, ബാലവാടിക 2, ബാലവാടിക 3 ഉള്ളത്. എന്നാൽ ഏകദേശം 19 കേന്ദ്രീയ വിദ്യാലയങ്ങളിൽ ബാലവാടിക 3 ഉണ്ട്. ബാലവാടിക 3 ഉള്ള 19 KVയുടെ ലിസ്റ്റാണ് ഞാൻ ഇനിയും പറയാൻ പോകുന്നത്. 1 KV നമ്പർ 2 കാസർഗോഡ്, 2 KV കാഞ്ഞങ്ങാട്, 3 KV നീലേശ്വർ, 4 KV ഏഴിമല, 5 KV കെൽട്രോൺ നഗർ, 6 KV കണ്ണൂർ, 7 KV നമ്പർ 1 കാലിക്കറ്റ്, 8 KV ഒറ്റപ്പാലം, 9 KV കഞ്ഞിക്കോട്, 10 KV നാടാലുവ, 11 KV എറണാകുളം, 12 KV നമ്പർ 2 കൊച്ചി, 13 KV INS ദ്രോണാചാര്യ, 14 KV ഇടുക്കി, 15 KV RB കോട്ടയം, 16 KV ചെന്നീർക്കര, 17 KV CRPF പള്ളിപ്പുറം, 18 KV AFS ആക്കുളം, 19 KV SAP പേരൂർക്കട. ബാലവാടികയിലേക്കുള്ള അഡ്മിഷൻ ഓഫ്ലൈൻ ആയിട്ടാണ് നടക്കുന്നത്. അതായത് സ്കൂളിൽ പോയി വേണം അഡ്മിഷൻ ഫോം ഫിൽ ചെയ്യാൻ. ഈ വർഷം ബാലവാടികയിലേക്കുള്ള ഫോം 1 ഏപ്രിൽ, അതായത് വരുന്ന തിങ്കളാഴ്ച 10 മണി മുതൽ ഫിൽ ചെയ്ത് കൊടുക്കുവാൻ സാധിക്കുന്നതാണ്. ബാലവാടികയിലേക്കുള്ള അഡ്മിഷൻ ഫോംസ് സ്വീകരിക്കുന്ന അവസാന തീയതി 15 ഏപ്രിൽ വൈകിട്ട് 5 മണി വരെയാണ്. അഡ്മിഷനായി തിരഞ്ഞെടുത്ത കുട്ടിയുടെ ലിസ്റ്റ് 19 ഏപ്രിലിന് പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും. ഈ ലിസ്റ്റ് ഓരോ കേന്ദ്രീയ വിദ്യാലയവും അതിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. കൂടാതെ സ്കൂൾ നോട്ടീസ് ബോർഡിലും ഡിസ്പ്ലേ ചെയ്യുന്നതുമാണ്. അഡ്മിഷനായി സെലക്ട് ചെയ്യപ്പെട്ട കുട്ടിയുടെ രക്ഷകർത്താക്കളെ അഡ്മിഷൻ ഫോമിൽ നൽകിയിരിക്കുന്ന മൊബൈൽ നമ്പർ വഴി സ്കൂൾ അഡ്മിഷൻ ഹെഡ് കോൺടാക്റ്റ് ചെയ്യുന്നതായിരിക്കും. അവർ നിങ്ങളോട് നിങ്ങൾ സമർപ്പിച്ച അപേക്ഷയിലെ ഇൻഫർമേഷൻ വെരിഫൈ ചെയ്യുന്നതിനായിട്ട് അത് തെളിയിക്കുന്ന ഒറിജിനൽ സർട്ടിഫിക്കറ്റുമായി തൊട്ടടുത്ത ദിവസം കേന്ദ്രീയ വിദ്യാലയത്തിൽ ചെല്ലാൻ ആവശ്യപ്പെടുന്നതായിരിക്കും. ചെല്ലേണ്ട ഡേറ്റും ടൈമും കേന്ദ്രീയ വിദ്യാലയത്തിൽ നിന്നും വിളിക്കുന്ന ആൾ തന്നെ പറഞ്ഞു തരുന്നതുമായിരിക്കും. ഈ വെരിഫിക്കേഷൻ ടൈമിൽ എന്തെങ്കിലും പിഴവുകൾ കണ്ടെത്തിയാൽ കുട്ടിയുടെ അഡ്മിഷൻ കേന്ദ്രീയ വിദ്യാലയം തന്നെ ക്യാൻസൽ ചെയ്യുന്നത് ആയിരിക്കും. ഉദാഹരണമായിട്ട് കുട്ടിയുടെ ബർത്ത് സർട്ടിഫിക്കറ്റിലെ ഡേറ്റ് പ്രകാരം 2024 മാർച്ച് 31 കുട്ടിക്ക് 5 വയസ്സ് തികയുന്നില്ല എങ്കിൽ ഉറപ്പായിട്ടും കുട്ടിയുടെ അഡ്മിഷൻ ക്യാൻസൽ ആവുന്നതാണ്. ഇങ്ങനെ റിജക്റ്റ് ചെയ്യപ്പെടുന്ന വേക്കൻസിയിലേക്ക് വെയിറ്റിംഗ് ലിസ്റ്റ് ഉള്ള കുട്ടികളെ ഉൾപ്പെടുത്തുകയും അവരുടെ ലിസ്റ്റ് 29 ഏപ്രിലിന് സ്കൂൾ നോട്ടീസ് ബോർഡിൽ പ്രസിദ്ധീകരിക്കുന്നതുമാണ്. മൂന്നാമത്തെ ലിസ്റ്റ് 8 മെയ്ക്ക് പ്രസിദ്ധീകരിക്കുന്നതാണ്. ഫോം ഫില്ല് ചെയ്യുമ്പോൾ സ്കൂളിൽ ഹാജരാക്കേണ്ട സർട്ടിഫിക്കറ്റുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. 1 ഡേറ്റ് ഓഫ് ബർത്ത് സർട്ടിഫിക്കറ്റ്, 2 കുട്ടിയുടെ ആധാർ കാർഡ്, 3 കുട്ടിയുടെ 2 കളർ പാസ്പോർട്ട് സൈസ് ഫോട്ടോ, 4 ബ്ലഡ് ഗ്രൂപ്പ്, അത് RH ഫാക്ടർ വ്യക്തമായിട്ട് എഴുതിയ ബ്ലഡ് ഗ്രൂപ്പ് ആയിരിക്കണം, 5 പ്രൂഫ് ഓഫ് റെസിഡൻസ്. മേൽ പറഞ്ഞ സർട്ടിഫിക്കറ്റ് എല്ലാവർക്കും ഹാജരാക്കേണ്ടതാണ്. ഇനി സെൻട്രൽ സ്റ്റേറ്റ് ഗവൺമെൻറ് എംപ്ലോയീസിന് ഏതൊക്കെ സർട്ടിഫിക്കറ്റാണ് ആവശ്യമായിട്ട് ഉള്ളതെന്ന് നോക്കാം. സെൻട്രൽ സ്റ്റേറ്റ് ഗവൺമെൻറ് എംപ്ലോയീസ് അവരുടെ ലാസ്റ്റ് 7 ഇയേഴ്സിലെ ട്രാൻസ്ഫറിൻ്റെ സർട്ടിഫിക്കറ്റ് അഡ്മിഷൻ സമയത്ത് ഹാജരാക്കേണ്ടതായിട്ടുണ്ട്. ഒറിജിനലും ഒപ്പം തന്നെ ഒരു കോപ്പിയും അഡ്മിഷൻ സമയത്ത് കയ്യിൽ കരുതേണ്ടതാണ്. സെർവിങ് സർട്ടിഫിക്കറ്റ് ഒറിജിനലും ഒപ്പം തന്നെ ഒരു കോപ്പിയും
കയ്യിൽ കരുതേണ്ടതാണ്. ഇനി സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ എംപ്ലോയീസ് ആണ് എങ്കിൽ അവർക്ക് അവരുടെ അപ്പോയിൻമെൻറ്റ് ഓർഡറിൻ്റെയോ അല്ലെങ്കിൽ റെഗുലർ ഓർഡറിൻ്റെയോ അതുമല്ലെങ്കിൽ NBS സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഒരു ഒറിജിനലും ഒരു കോപ്പിയും കയ്യിൽ കരുതേണ്ടതാണ്. ഇനി രക്ഷകർത്താവ് എക്സ് സർവീസ്മാൻ ആണ് എങ്കിൽ എക്സ് സർവീസ്മാൻ്റെ ഡിസ്ചാർജ് ബുക്കിൻ്റെ കോപ്പി, അതല്ല എങ്കിൽ അവരുടെ PPOയുടെ കോപ്പി, അതുമല്ലെങ്കിൽ എക്സ് സർവീസ്മാൻ്റെ ഐഡൻറ്റിറ്റി കാർഡ്, അതായത് ജില്ലാ സൈനിക് ബോർഡ് ഇഷ്യൂ ചെയ്ത ഐഡൻറ്റിറ്റി കാർഡിൻ്റെ ഒറിജിനൽ കോപ്പിയും ഒപ്പം തന്നെ ഒരു ഫോട്ടോ കോപ്പിയും കയ്യിൽ കരുതേണ്ടതാണ്. ഇനിയും ഡിഫറൻ്റ്ലി ഏബിൾഡ് കാൻഡിഡേറ്റ് ആണ് എങ്കിൽ അല്ലെങ്കിൽ കുട്ടിക്ക് ഡിഫറൻ്റ്ലി ഏബിൾഡ് ആണ് എങ്കിൽ അത് തെളിയിക്കുന്ന ഒരു സർട്ടിഫിക്കറ്റിൻ്റെ ഒറിജിനലും ഒരു കോപ്പിയും കയ്യിൽ കരുതേണ്ടതാണ്. അടുത്തത് SC, ST, OBC, നോൺ ക്രിമിനലർ, EWS, BPL വിഭാഗത്തിൽപ്പെടുന്ന കുട്ടികൾ ആണ് എങ്കിൽ അവരുടെ രക്ഷകർത്താവ് അഡ്മിഷൻ സമയത്ത് അത് തെളിയിക്കുന്ന ഒരു സർട്ടിഫിക്കറ്റും അതിൻ്റെ ഒറിജിനൽ കോപ്പിയും ഒപ്പം തന്നെ ഒരു ഫോട്ടോ കോപ്പിയും കയ്യിൽ കരുതേണ്ടതാണ്. ഇനി റൈറ്റ് ടു എഡ്യൂക്കേഷൻ കോട്ടയിൽ അപേക്ഷിക്കുന്നവർ വീടും സ്കൂളും തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയുണ്ടെന്ന് സ്വയം സാക്ഷ്യപ്പെടുത്തി, അതായത് സെൽഫ് അറ്റസ്റ്റഡ് ആയിട്ടുള്ള കോപ്പി ഹാജരാക്കേണ്ടതാണ്. ഇനിയും ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള കുട്ടിക്ക് വേണ്ടിയാണ് അപേക്ഷിക്കുന്നതെങ്കിൽ അത് തെളിയിക്കുന്ന ഒരു സർട്ടിഫിക്കറ്റ് രക്ഷകർത്താവ് അഡ്മിഷൻ സമയത്ത് കയ്യിൽ കരുതേണ്ടതാണ്. അപ്പോൾ ഇതോടൊപ്പം തന്നെ ബാലവാടികയുടെ ഒരു സാമ്പിൾ ഫോം ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. ആവശ്യമുള്ളവർക്ക് ആ സാമ്പിൾ ഫോം ചെക്ക് ചെയ്ത് എങ്ങനെയാണ് ആപ്ലിക്കേഷൻ നിറയ്ക്കേണ്ടതെന്ന് നോക്കാവുന്നതാണ്. അപ്പോൾ ഇതോടുകൂടി ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും നന്ദി, നമസ്കാരം.